എന്താ വിഷയം പറയും? അതായത് ഈ മുടി വളർന്നു, അതായത് 1400 കൊല്ലം മുന്നേ നബിയിൽ നിന്ന് കിട്ടിയ ആ മുടി അതിപ്പോ വളർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് ജീവനുണ്ടോ? അപ്പോ ഇല്ല, ജീവനുണ്ടെങ്കിലേ നമ്മളൊരു എന്തൊരു പൊട്ടത്തര അന്ധവിശ്വാസമാണ്. അതുകൊണ്ട് അത് വെള്ളത്തിട്ട് വെച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കണമല്ലോ. അള്ളാഹിനെയും റസൂലിനെ അറിയണം മോനെ. ഇവര് ഏത് ഗ്രൂപ്പായാലും ഇസ്ലാമിന്റെ ഗ്രൂപ്പായാലും അള്ളാഹുവിനെയും റസൂലിനെയും അറിയില്ല. സൂറത്ത് 24 35 വചനം പറയും, അള്ളാഹു നൂറ് സമാവാറ്റി വെള്ളം. അള്ളാഹു ആരാന്ന് പറഞ്ഞ ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു. നിങ്ങൾ ആ വ്യക്തമായി ആകാശത്തെ കാണാം, ഭൂമിയെ കാണാം. എന്നിട്ട് ആ ആകാശ ഭൂമികളിലെ പ്രകാശത്തെ നോക്കും. നിങ്ങൾ ഖുർആൻ പറഞ്ഞ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം കണ്ടെത്താൻ കഴിയുന്നവർ ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ആര് കണ്ടെത്തി? ഇവിടുത്തെ ഏത് പണ്ഡിതൻ, ഞാൻ ഇസ്ലാമിൻ്റെ ഉന്നതമായ പണ്ഡിതനാണ്, ആ തരത്തിലുള്ള നേതാവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പണ്ഡിതൻ ആകാശങ്ങളെ കാണുന്നു, ഭൂമിയെ കാണുന്നു. എന്നിട്ട് ആകാശ ഭൂമികളിലെ പ്രകാശത്തെ കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിൻ്റെ പാണ്ഡിത്യമാണ് എനിക്ക് പറയും? വിശ്വാസികളായ ജനങ്ങളെ ചൂഷണം ചെയ്യരുത്, പറഞ്ഞ് പറ്റിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ വരിക, അല്ലെങ്കിൽ ഞാൻ അവിടെ വരാം, നിങ്ങൾക്ക് കാണിച്ച് അറിയിച്ച് ബോധ്യമാക്കി തരാം. ഇപ്പൊ കാന്തപുരത്തിന് സുഖമില്ല എന്ന് പറഞ്ഞു, സമയം വഴുകണ്ട. വൈകിട്ട് പിന്നെ അദ്ദേഹം മറഞ്ഞു പോയിട്ട് പിന്നെ കുട്ടികൾ അത് ഏറ്റു നടക്കുന്ന സഹാബക്കളെ പോലെ പ്രശ്നമാവും. അപ്പൊ അദ്ദേഹം ഉള്ളപ്പം തന്നെ ഇപ്പം നേരിട്ട് ഞാൻ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വന്നിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കാണിച്ചു അറിയിച്ച് ബോധ്യമാക്കി തരാൻ അവസരമുണ്ട്. വെറുതെ പറയില്ല. ഇനി വേറെ ഏത് മഠാധിപന്മാരായാലും ഋഷീശ്വരന്മാരായാലും ഏത് ദൈവമായാലും ഏത് ഷേഖ് ആയാലും പിന്നെ കുത്തുബ് സുൽത്താനെന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ സുൽത്താൻ ആദ്യമുള്ള നൂറും ആ ഇലാഹും ഇല്ലല്ല അന്ന മുഹമ്മദ് റസൂലിലെയും ആ അർദ്ധനാരീശ്വരനായ ശിവനും ആ ജ്യോതിയും, ആ ശിവൻ പുനർജനിച്ചില്ല, ശിവാവതാരവും അന്ന മുഹമ്മദ് സുല്ലതായി ഇവിടെ ഇരിക്കുന്നു. ഇതിലും വലിയൊരു കുത്തുബ് ആരാണ് ഇപ്പോൾ ഉള്ളത്? പറയും, കാണിക്കും, പറഞ്ഞ കുറെ കാണിച്ചു തരും.